ഹലോ, അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾ സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. രാവിലത്തെ മാത്രമേ ഉള്ളൂ കാണിക്കണം കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടു എന്നറിയാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇടുകൊണ്ടിട്ടോ. അപ്പം ഇന്ന് വാഴക്കല്ലേ, കായ കൊണ്ടൊരു കറിയും കുട്ടികളെ പറഞ്ഞയക്കണൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ചെറിയ വീഡിയോ ആണ്. അപ്പം അതിന് വേണ്ടി ഞാൻ ആദ്യം ഇത് കറിക്കായാണ് കേട്ടോ, അല്ലാതെ നേന്ത്രക്കായൊന്നും അല്ല. അപ്പം അത് രണ്ടെണ്ണം എടുത്തെങ്ങാനും ചെത്തി നോക്കി. ഒരുപാട് വേണ്ടല്ലോ, കുറച്ച് പോരെ. അത് ചെത്തിയിട്ട് ആവശ്യത്തിനില്ലേ, പിന്നെ വേണമെങ്കിൽ ചെത്തെഴുതിങ്ങാണ്ട് അതൊന്ന് അരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചും കൂടി എടുക്കാതിരുതി. പിന്നെ അപ്പം ഇത് ഞാൻ ഉപ്പിട്ട വെള്ളത്തിലാട്ടോ കേൾക്കണ്. കാരണം ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയാണ്ടേ ഉപ്പിട്ട വെള്ളമാണത്. അതിലിട്ട് നല്ലോണം ഒന്ന് കേകി എടുക്കണുണ്ട്. എന്നിട്ടാണ് അരിയണത് കേട്ടോ. അരിയണത് ആ വെള്ളത്തിൽ തന്നെയാണ്. എന്നാൽ പിന്നെ കറ ഒട്ടും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ അപ്പം അത് ചെറുതാക്കി കേട്ടോ അരിയണത്. അപ്പം എല്ലാവർക്കും അറിയണേനെ ആവും, എന്നാലും ഞാനൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. സപ്പോർട്ട് ചെയ്തെങ്കിലല്ലേ നമുക്കൊരു കാര്യം ഉണ്ടാവുള്ളൂ. അല്ല പിന്നെ സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു എഴുതണം. അപ്പം അതാ ചെറുതാക്കി അരിയാണ് കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇതാക്കിയാലേ കുറച്ച് ഒരു കറയൊക്കെ ഒന്നാണ് പോയി കിട്ടും. അപ്പം ഇന്ന് ഉച്ച വരെയൊക്കെ ഉള്ളു മക്കൾക്ക് ക്ലാസ്. അപ്പം ഉച്ച ആകുമ്പോഴത്തേന് 2 മണിയാകുമ്പോൾ വിടും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ പിന്നെ ചോറ് എന്തായാലും കൊടുത്തയച്ചിക്കണ്. ചോറൊക്കെ കൊടുത്തയച്ചു. അപ്പം അങ്ങനെ നമ്മളെ ഇത് അരിയൽ ഫുള്ളും കഴിഞ്ഞു. ഇനി ഞാനിത് നല്ല വെള്ളത്തിൽ നല്ലോണം ഒന്നും കൂടി കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേകി വേറൊരു പാത്രത്തേക്ക് മാറ്റി ആ പാത്രത്തിലാട്ടോ ഞാൻ ഇത് വെക്കാൻ കരുതിയിരിക്കണത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കേണ്ടത് ഞാൻ പറയലില്ലേ, റോഡ് സൈഡാണ്. അപ്പോൾ അവിടെ എന്തോ കമ്പി മുറിച്ചനൊക്കെ സൗണ്ടാണ്. എല്ലാ സൗണ്ടും കൂടി ഒന്നും ഇല്ലാതെ ആകൂല. അപ്പം നമുക്ക് കേൾക്കണോലൊക്കെ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. റോഡാവുമ്പോഴേ ജംഗ്ഷനൊക്കെയാണ്. അപ്പം ഇത് 2-3 പ്രാവശ്യം വീണ്ടും കേകിയാണ് കേട്ടോ. എന്നിട്ട് കേകി കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് പച്ചമുളകും ഇട്ടുങ്ങാണ്ട് ഇത് അടുപ്പത്ത് വെക്കുകയാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ 5 മണിക്കാട്ടോ നീച്ചിക്കണത്. ഒന്ന് പുട്ട് പുഴുങ്ങാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ആദ്യം ഇത് തീമക്കട്ടെ എഴുതി. ഇതവിടെ ഇങ്ങനെ ഒരു അടുപ്പത്ത് കടന്ന് വേകുമ്പോഴത്തേന് നമുക്ക് മറ്റേ അടുപ്പത്ത് വേറെല്ല പണികളൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിലല്ലാത്ത അടുപ്പത്തുണ്ട് ചോറ് പിന്നെ തീമട്ടിട്ട്. ഇത് ഗ്യാസ് അടുപ്പുമ്മ കേട്ടോ. ചായക്ക് കടി ഉണ്ടാക്കലൊക്കെ ഗ്യാസ് അടുപ്പുമ്മ തന്നെ കേട്ടോ. ചോറ് മാത്രമേ ഉള്ളൂ സാധാ അടുപ്പത്ത് തീമക്കുക. എന്നാലും രാവിലെ എല്ലാ അടുപ്പും പ്രവർത്തനക്കാരം. എന്നാലുള്ളൂ ആകുക. 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാം കഴിയണം. എന്നാലുള്ളൂ പിന്നെ മക്കളെ വിളിച്ചലും ഓല ഒരിക്കലും കുളിപ്പിച്ചലും അങ്ങനെ എല്ലാം പാടെ തീരണം എന്നുണ്ടെങ്കിൽ 7 മണിയാകുമ്പോഴത്തേന് നമ്മൾ അടുക്കളയിൽ നിന്ന് പോരണം. അങ്ങനെ ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും 2 കരിവേപ്പിൻ്റെ ഇലയും ഉപ്പും ഇട്ടുങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അതവിടെ കിടന്ന് വേകട്ടെ. അപ്പോഴത്തേന് നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കാം. അതിൽ ഞാൻ 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും ചെറിയ ജീരകവും തേങ്ങയും ഒക്കെ പാടിട്ടുങ്ങാണ്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ കായ്ക്കന്നെ ഉള്ളതാണ് കേട്ടോ. അതും കൂടി ഇട്ട്, ചെറിയ ജീരകമാണ്, കുറച്ചിട്ടാൽ മതി, ഒരുപാടൊന്നും ഇടണ്ട. അങ്ങനെ അതും കൂടി ഇട്ട് അരച്ചെടുത്തിക്കണം. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ അതുമായി. പിന്നെ ഇതുണ്ടെന്നുണ്ടെങ്കിലും വേണം എന്തെങ്കിലും ഒരു ഒഴിച്ച് കറി. അപ്പോൾ ഇവിടെ ചെറിയൊരു പിന്നെ
എന്താ പറയുക, ചിരങ്ങൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടൊരു വെള്ളക്കറിയും വെച്ചിക്കണ്. എന്നാൽ കൊണ്ടുപോകുമ്പോൾ ഒരു കറി ആവുമല്ലോ. ഈ കറിയൊന്നും വല്ലാതെ മക്കൾക്ക് വേണ്ടി വരില്ല. എന്നാൽ പിന്നെ ഒരു കറിയും കൂടി ആയിക്കോട്ടെ എഴുതിങ്ങാണ്ട് വെള്ളക്കറി അതും ഉണ്ടാക്കിയതൊന്നും ഞാൻ കാണിച്ചില്ല. ഇതൊക്കെ എപ്പോഴും കാണിച്ചതല്ലേ. അങ്ങനെ ഞാനിത് രണ്ടുക്കും കൂടി ആയിട്ട് കുറച്ച് ഉള്ളിയും കടുകും പിന്നെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലോണം വറുത്ത് 2 പാത്രത്തിൽ കൊണ്ട് ഒഴിച്ചിക്കണം കേട്ടോ. അപ്പോൾ ഈ 2 അടുപ്പ് അങ്ങനെ അത് രണ്ടും വെന്തു. ഇനി നമുക്ക് ഇതിമേ പുട്ടുണ്ടാക്കണം. പുട്ടുക്കൊരു കറിയില്ല. അപ്പോൾ അത് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതും കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ അടുപ്പത്തത്തെ തീരും കേട്ടോ. പിന്നെ ഒരു ചമ്മന്തിയും വേണം. ചമ്മന്തി എന്തായാലും വേണം കേട്ടോ. അങ്ങനെ അതൊക്കെ ആയി. ഇനി നമുക്ക് പുട്ട് വീങ്ങണീൻ്റെ അടിയിൽ കൂടി ഇനി ചമ്മന്തി അരക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തി ഒന്നും ഞാൻ കാണിച്ചണില്ല. അപ്പോൾ വാഴക്കയും ആയി, പിന്നെ വെള്ളക്കറിയായി. അങ്ങനെ ഞാൻ ചോറ് പാത്രത്തിലാക്കുകയാണ് കേട്ടോ. ചോറ് പാത്രത്തിൽ കുറച്ച് മതി കേട്ടോ. പിന്നെ അതിലേക്ക് ചമ്മന്തി ഉരുട്ടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വാഴക്ക ഒരു കുറച്ച് അതിൻ്റെ ഒപ്പോഴും വന്നിക്കണം, ഒട്ട് വെക്കണുണ്ടോ നോക്കാൻ. അപ്പം അങ്ങനെ കുറച്ചുള്ളൂ വെച്ചിട്ട്, കറിയൊക്കെ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമലൈക്കും. സ്നാക്സും വേണം കേട്ടോ. സ്നാക്സ് കുറച്ചുള്ളൂ, അതും കൊടുക്കുന്നുണ്ട്. നേരത്തെയാണ് വിടണമെങ്കിലും എല്ലാം വേണമല്ലോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, മറക്കണ്ട. അപ്പോൾ എല്ലാം ആയി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമലൈക്കും.